myself Dr.Munna from Arown Academy. ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് റിഗാർഡിംഗ് കോഡിംഗ് സിലബസ്. മെഡിക്കൽ കോഡിങ്ങിൻ്റെ സിലബസിനെ പറ്റിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് കോഡിങ്ങിൽ പഠിക്കാനുള്ളത്, എന്താണ് ബേസിക് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടത്, എന്തൊക്കെയാണ് ഇതിൻ്റെ സിലബസ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കോഴ്സിൻ്റെ പേര് വരുന്ന മെഡിക്കൽ കോഡിംഗ് ആണ്. അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇതൊരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള അല്ലെങ്കിൽ മെഡിക്കൽ റിഗാർഡിംഗ് ആയിട്ടുള്ള കോഴ്സ് ചെയ്തവരാണ് ഈ ഒരു കോഴ്സ് പഠിക്കുക എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ പ്രീവിയസ് വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ എനി ഡിഗ്രിയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത്. പിന്നെ മെഡിക്കൽ കോഡിങ്ങിൻ്റെ മെയിൻ 2 സബ്ജക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒന്ന് ബേസിക് അനാട്ടമി ഫിസിയോളജി, രണ്ടാമത്തത് കോഡിംഗ്. എന്താണ് അനാട്ടമി ഫിസിയോളജി? അനാട്ടമി ഫിസിയോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഫങ്ഷൻസ്, ശരീരത്തിലെ അവയവങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, എന്തൊക്കെയാണ് അവയവത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിനെയാണ് നമ്മൾ അനാട്ടമി ഫിസിയോളജി എന്ന് പറയുന്നത്. അതും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ ഒരു മെഡിക്കൽ കോഡിങ്ങിൽ വരുന്നുള്ളൂ. ഒരുപാട് ഡീപ്പായിട്ടൊന്നും നമ്മൾ അനാട്ടമി ഫിസിയോളജി പഠിക്കേണ്ട ആവശ്യമില്ല. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു കോഡിങ്ങിൽ അനാട്ടമിയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതൊരാൾക്കും മെഡിക്കൽ കോഡിംഗ് പഠിക്കാൻ വേണ്ടത് ഇതിൻ്റെ ഒരു ബേസാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു കോഡിംഗ് കോഴ്സ് എടുക്കുന്ന വിദ്യാർത്ഥിക്ക് ആദ്യം പ്രൊവൈഡ് ചെയ്യുന്നതും അനാട്ടമി ഫിസിയോളജിയുടെ ബേസിക് ക്ലാസ്സസ് ആണ്. ഈ ഒരു അനാട്ടമി ഫിസിയോളജിയുടെ ബേസ് നല്ല പോലെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കോഡിംഗ് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും. ഇനി ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിലും നിങ്ങൾക്ക് അവർ ഫസ്റ്റ് റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നതും ബേസിക് അനാട്ടമി ഫിസിയോളജിയുടെ ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് റൗണ്ടിലും അവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു മെഡിക്കൽ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരാളാണ് ഇത് പഠിക്കുന്നതെങ്കിൽ, മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു സ്റ്റുഡൻ്റാണ് കോഡിംഗ് പഠിക്കുന്നതെങ്കിൽ അവർ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ് ജസ്റ്റ് അവരൊന്ന് റീഫ്രഷ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. ഒരു നോൺ മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നല്ല പോലെ നിങ്ങൾ ഈ ഒരു അനാട്ടമി ഫിസിയോളജിക്ക് നല്ല ഒരു കോൺസെൻട്രേഷൻ നിങ്ങൾ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു മെഡിക്കൽ കോഡിംഗ് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇനി രണ്ടാമത്തെ സബ്ജക്റ്റാണ് കോഡിംഗ്. ഈ കോഡിംഗ് എന്ന് പറയുന്നത് അസുഖങ്ങളുടെയും അതിന് കൊടുക്കുന്ന ചികിത്സയുടെയൊക്കെ കോഡുകൾ ബുക്ക് നോക്കി കണ്ടുപിടിക്കുക. അതിനെയാണ് നമ്മൾ കോഡിംഗ് എന്ന് പറയുക. എല്ലാ അസുഖങ്ങളുടെയും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെയും ഒക്കെ കോഡ് ഒരു ആൽഫബറ്റിക് ഓർഡറിൽ നിങ്ങളുടെ ബുക്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അത് ബുക്ക് നോക്കി കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ കോഡിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു കോഡിങ്ങിന് നമുക്ക് 3 സിലബസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. കോഡിങ്ങിൽ തന്നെ വരുന്നത് ICD, CPT, ഹിപ്പിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള 3 ടോപ്പിക്കുകളാണ്. ICD എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ്. CPT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് പ്രൊസീജറൽ ടെർമിനോളജീസ് ആൻഡ് HCPCS അല്ലെങ്കിൽ ഹിപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ കോമൺ പ്രൊസീജറൽ കോഡിംഗ് സിസ്റ്റം. ഈ 3 സിലബസ് ആണ് നിങ്ങൾക്ക് കോഡിങ്ങിൽ പഠിക്കാനുള്ളത്. എന്താണ് ICD എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് ആണ്. ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് WHO ആണ്. ഇത് മെയിനായിട്ട് ഈ ഒരു ICD കോഡിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് അസുഖങ്ങളുടെ പേര്, ഡിസീസസ് അല്ലെങ്കിൽ ഡയഗ്നോസിസ് കോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ICD കോഡിംഗ് യൂസ് ചെയ്യുന്നത്. അസുഖങ്ങളുടെ പേര് കോഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന കോഡിങ്ങിനെയാണ് നമ്മൾ ICD കോഡിംഗ് എന്ന് പറയാം. രണ്ടാമത്തത് CPT എന്ന് പറഞ്ഞാൽ കറണ്ട് പ്രൊസീജറൽ ടെർമിനോളജീസ്. അതായത് ഒരു അസുഖത്തിന് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റുകൾ കോഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ CPT കോഡിംഗ് എന്ന് പറയാം. പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കോഡ് ചെയ്യുന്ന സെക്ഷനെ നമ്മൾ CPT എന്ന് പറയുന്നു. ഇനി മൂന്നാമത് നമ്മൾ പറഞ്ഞത് ഹിപ്പിക്സ് ആണ്. HCPCS ഹെൽത്ത് കെയർ കോമൺ പ്രൊസീജറൽ കോഡിംഗ് സിസ്റ്റം. ഇത് ഒരു അസുഖത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ യൂസ് ചെയ്യുന്ന അഡീഷണൽ എക്യുപ്മെൻറ്റ്സ് ആൻഡ് സപ്ലൈസ് കോഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹിപ്പിക്സ് എന്ന് പറയുന്നത്. ഇതാണ് കോഡിങ്ങിലെ 3 സബ്ജക്റ്റായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ആസ്മ രോഗി, ആസ്മ പേഷ്യൻറ്റിന് നമ്മളൊരു നെബുലൈസേഷൻ എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണ്. അങ്ങനെയാവുന്ന സമയത്ത് നമ്മൾ ICDയിൽ കോഡ് ചെയ്യുന്നത് ആസ്മ, CPTയിൽ കോഡ് ചെയ്യുന്നത് നെബുലൈസേഷൻ ആൻഡ് ഹിപ്പിക്സിൽ കോഡ് ചെയ്യുന്നത് ഇതിന് യൂസ് ചെയ്ത അഡീഷണൽ എക്യുപ്മെൻറ്റ്സ്. ഒരു നെബുലൈസേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത് ഒരു നെബുലൈസർ, അതിനുശേഷം ഒരു മാസ്ക് വേണം, അതിനുശേഷം ഒരു മെഡിസിൻ വേണം. ഇതാണ് നമ്മൾ അഡീഷണലായിട്ട് യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സും സപ്ലൈസും. അപ്പോൾ ഹിപ്പിക്സിൽ നമ്മൾ കോഡ് ചെയ്യുന്നത് നെബുലൈസർ, മാസ്ക്, മെഡിസിൻ. ഇതാണ് ഹിപ്പിക്സ് കോഡിംഗ് വരുന്നത്. ഇതാണ് 3 സിലബസ് നമ്മുടെ കോഡിങ്ങിൽ വരുന്നത്. ഇതൊക്കെയും പഠിക്കണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് ബേസിക് അനാട്ടമി ഫിസിയോളജി അതുപോലെ തന്നെ മെഡിക്കൽ ടെർമിനോളജി നോളജ് നല്ല പോലെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാം. പിന്നെ ഇതിലൊന്നും തന്നെ നിങ്ങൾക്ക് ബൈ ഹാർട്ട് സ്റ്റഡി വരുന്നില്ല. കോഡിങ്ങിൽ എവറിത്തിങ് എല്ലാ കാര്യങ്ങളും ബുക്കിൽ ആൽഫബറ്റിക് ഓർഡറിൽ കൊടുത്തിട്ടുണ്ടാവും. എല്ലാ കോഡുകളും അസുഖത്തിൻ്റെയും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെയും ഒക്കെ കോഡുകൾ ആൽഫബറ്റിക് ഓർഡറിൽ കൊടുത്തിട്ടുണ്ടാവും. അത് നിങ്ങൾ ബുക്ക് നോക്കി കണ്ടുപിടിക്കുക
കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. വൺസ് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ വർക്ക് ചെയ്യാൻ കയറുന്ന സമയത്ത്, ആ സമയത്ത് നിങ്ങൾ ബുക്കല്ല യൂസ് ചെയ്യുന്നത്, സോഫ്റ്റ്വെയർസ് ആണ്. ഓരോ കമ്പനിക്കും ഓരോ ഹോസ്പിറ്റൽസിനും അവരുടേതായ സ്പെഷ്യലൈസ്ഡ് സോഫ്റ്റ്വെയർസ് ഉണ്ടാവും. ആ സോഫ്റ്റ്വെയർ ട്രെയിനിങ് അവർ തരും. അതിൻ്റെ ബേസിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് കോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മെഡിക്കൽ കോഡിങ്ങിൻ്റെ സിലബസ് വരുന്നത്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ. താങ്ക് യു.